കളിച്ച് കളിച്ച് ഇറാൻ ഇന്ത്യയുടെ നെഞ്ചത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇന്ത്യൻ സൈനികന്റെ ജീവൻ എടുത്തിരിക്കുകയാണ് ഇറാനിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഒരു വെടിയുണ്ട. അങ്ങനെ ഇന്ത്യൻ സൈനികൻ മരണപ്പെട്ട വിവരം ഔദ്യോഗികമായി തന്നെ ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. കടുത്ത അതൃപ്തി ഇന്ത്യ ഇറാനെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ ഈ കണക്കിന് പോവുകയാണെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കേണ്ടി വന്നാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകിയിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു സുഹൃത്ത് രാജ്യം കൂടിയാണ്. അലി ഖമനയുടെ ഈ ഖബറടക്കൽ ചടങ്ങിൽ പോലും ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്ക് ക്ഷണമുണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ പറഞ്ഞാൽ ഇറാൻ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. പക്ഷെ അപ്പോഴാണ് ഇറാനിൽ നിന്നുമുള്ള ഒരു ആക്രമണം ഇന്ത്യൻ സൈനികന്റെ ജീവൻ പോലും എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സൈനികൻ ഏത് സ്ഥലത്തു നിന്നുള്ള സംസ്ഥാനത്തെ ആളാണെന്നോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഏതായാലും കടുത്ത അതൃപ്തി ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അംബാസഡറെ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഹോർമോസ് കടലിടുക്കിലൂടെ സർവീസ് നടത്തുകയായിരുന്ന 2 ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് ഇന്ത്യ. ആക്രമണത്തിൽ കപ്പലിലെ ജീവനക്കാരനായ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും മറ്റ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഇന്ത്യൻ ഇറാനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വാണിജ്യ കപ്പലുകൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടത്. ആക്രമണത്തിന് ഇരയായ MT അൽ ബഹിയ അതുപോലെ തന്നെ MT മൊംബസ എന്നീ കപ്പലുകളിലാണ് 30 ഇന്ത്യക്കാരടക്കം ആകെ 46 ജീവനക്കാർ ഉണ്ടായിരുന്നത്. ഇതിൽ MT അൽ ബഹിയയിലെ 12 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്. മറ്റൊരു ഇന്ത്യക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. രണ്ടാമത്തെ കപ്പലായ MT മൊംബാസയിലെ 18 ഇന്ത്യൻ ജീവനക്കാരിൽ 9 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. മരണപ്പെട്ട ഇന്ത്യൻ നാവികന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ച വിദേശകാര്യ മന്ത്രാലയം പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ UAE-യിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും പ്രാദേശിക അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. ആക്രമണത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്താൻ ന്യൂഡൽഹിയിലെ ഇറാനിയൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ ചൊവ്വാഴ്ച രാവിലെ വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് വിളിച്ചു വരുത്തി. ഹോർമൂസിൽ UAE ടാങ്കുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഇറാനെ അതൃപ്തി അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയാണ് വിദേശകാര്യ മന്ത്രാലയ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ദില്ലിയിലെ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മുഹമ്മദ് ജവാദ് ഹൊസൈനിയെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് രാജ്യത്തിന്റെ ആശങ്ക അറിയിച്ചത്. ടെഹ്റാനെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് UAE-ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. UAE-യുടെ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്തിയത്. മൊംബാസ അൽ ബഹിയ എന്നീ UAE ദേശീയ ടാങ്കറുകൾ ഒമാന്റെ സമുദ്ര അതിർത്തിയിലുള്ള ഹോർമൂസ് കടലിടുക്കിന്റെ തെക്കൻ കപ്പൽപാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇറാൻ ക്രൂയിസ് മിസൈലുകൾ പതിച്ചത്. മേഖലയിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നും ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര കപ്പൽ പാതകളിലെ സുരക്ഷിതമായ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്നതും നാവികരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നതുമായ ഇത്തരം ആക്രമണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ ഇറാനെ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധ സാഹചര്യം ശക്തമാകുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിച്ച എല്ലാ വിഭാഗങ്ങളും ചർച്ചകളുടെ നയതന്ത്രത്തിന്റെയും വഴിയിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടത് ആഗോള വിപണിക്ക് അത്യാവശ്യമാണെന്നും വിദേശകാര്യ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ UAE പതാക ഘടിപ്പിച്ച 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനാലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാലുമാണ് കപ്പലുകളെ ലക്ഷ്യമിട്ടതെന്നാണ് ഇറാന്റെ വാദം. എന്തായാലും 10ഓളം വരുന്ന ഇന്ത്യൻ നാവികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം ഇറാൻ US സംഘർഷം യുദ്ധത്തിലേക്ക് വീണ്ടും അമേരിക്ക പെട്ടുപോകുമെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ആക്രമണം തുടർന്നാൽ അമേരിക്കയുടെ പക്കലുള്ള ആയുധ ശേഖരങ്ങൾ കാലിയാവുമെന്ന് പ്രതിരോധ വിദഗ്ധർ ഉദ്ധരിച്ച US ചാനൽ CNN ആണ് റിപ്പോർട്ട് ചെയ്തത്. ഭാവിയിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാനുള്ള അമേരിക്കൻ ശേഷിയെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. മാത്രവുമല്ല, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ട ഇറാൻ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ മാത്രം ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് മിസൈലുകളാണ് US സൈന്യത്തിന് ഉപയോഗിക്കേണ്ടി വന്നത്. താൽക്കാലിക വെടിനിർത്തലോട് കഴിഞ്ഞ ഏപ്രിലിൽ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും US-ന്റെ പക്കലുണ്ടായിരുന്ന മിസൈലുകളിൽ ഏറെയും ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നു. താഡ് ബാലസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പകുതിയും US പ്രയോഗിച്ചു കഴിഞ്ഞു.
പേട്രിയറ്റ് എയർ ഡിഫൻസ് മിസൈലുകളുടെ പകുതിയോളവും ഈ ഡ്രോമഹോക്ക് ലാൻഡ് അറ്റാക്ക് മിസൈലുകളുടെ 30% അമേരിക്ക ഉപയോഗിച്ചതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നിലവിൽ പ്രതിമാസം 15 ടൊമഹോക്ക് മിസൈലുകളും 20 പാട്രിയറ്റ് മിസൈലുകളുമാണ് അമേരിക്ക പുതുതായി നിർമ്മിക്കുന്നത്. യുദ്ധത്തിൽ മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ആയുധ ശേഖരം എത്തിക്കാൻ ചുരുങ്ങിയത് 3 വർഷമെങ്കിലും എടുക്കുമെന്നാണ് ഈ തിങ്ക് ടാക്കിയ ZNI വ്യക്തമാക്കുന്നത്. മറ്റു ചില പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ US ആയുധ ശേഖരം പഴയപടി എതിർക്കാൻ 5 വർഷം വരെ സമയമെടുക്കും. മിസൈലുകൾ നിർമ്മിക്കാനുള്ള ഭരണപരമായ നൂലാമാലകൾ ഒഴിവാക്കാൻ ട്രംപ് പ്രതിരോധ ഉൽപാദന നിയമം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമാവാൻ സമയമെടുക്കും. ജർമ്മനിക്കും യുക്രൈനും പേട്രിയറ്റ് മിസൈലുകൾ സ്വന്തമായി നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ആ ഫാക്ടറികൾ സജ്ജമാക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. ഇറാനുമായുള്ള യുദ്ധം നീണ്ടുപോവുകയും മിസൈൽ ശേഖരം ഇനിയും കുറയുകയും ചെയ്താൽ ഇൻഡോ പസഫിക് മേഖലയിൽ US-ന് അത് ക്ഷീണമാകും. അങ്ങനെ വന്നാൽ ചൈനയിൽ നിന്നുള്ള ഭീഷണിയെ ചെറുക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാതെ വരുമെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. വടക്കൻ കൊറിയയുമായി യുദ്ധമുണ്ടായാലും പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് വൻതോതിൽ മിസൈലുകൾ ആവശ്യമായി വരും. എന്നാൽ അമേരിക്കൻ സൈന്യം ലോകത്തെ ഏറ്റവും ശക്തമാണെന്നും പ്രസിഡന്റ് ആവശ്യപ്പെടുന്ന ഏത് സമയത്തും എവിടെയും പോരാടാൻ സൈന്യം സജ്ജമാണെന്നും പെന്റഗൺ വക്താവ് ജീൻ പാർനെൽ അറിയിച്ചു. ആയുധക്ഷാമം അമേരിക്കയുടെ ശേഷിയെ ഇതുവരെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ബ്രൂക്കിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധനായ മൈക്കിൾ ഒഹാൻലോൺ അഭിപ്രായപ്പെടുന്നത്.